മാധവിയും മമ്മൂക്കയായിരുന്നു അതിലെ നായകനും നായികയും. ശ്രീനിവാസനായിരുന്നു എനിക്ക് തോന്നുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ്. ഒരു കഥ, ഒരു നുണക്കഥ, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധേയമായ ചിത്രമാണ്. ഒന്ന്, ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു തിരക്കഥാകൃത്ത് ജനിക്കുന്നത് ഈ പടത്തോടെയാണ്. മോഹൻ ശ്രീനിവാസനെ കൊണ്ട് എന്നുവെച്ചാൽ ഒരു അസിസ്റ്റൻ്റായിട്ട് നിർത്തിക്കൊണ്ട് സാധാരണ മോഹൻ്റെ പടങ്ങളുടെയൊക്കെ രീതി അങ്ങനെയാണ്. മോഹനുമായി ഇരിക്കും, മോഹൻ ഡയലോഗ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും, മോഹൻ പറയുന്നതനുസരിച്ച് എഴുതുക, അടിമ പോലെ. സ്വന്തമായിട്ടുള്ളൊന്നും പുള്ളി അക്സെപ്റ്റ് ചെയ്യില്ല. ജോൺ ബോൾ ആണെങ്കിലും ആരാണെങ്കിലും, ഇപ്പോൾ ഉദാഹരണത്തിന് നീ അങ്ങോട്ട് പോകൂ എന്ന് കാമുകൻ കാമുകിയോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ടെന്നിരിക്കട്ടെ, ഇത് ജോൺ ബോൾ വായിച്ച് കേൾപ്പിക്കുന്നു, നീ അങ്ങോട്ട് പോകൂ. അപ്പുറത്ത് ഡയറക്ടർ മോഹൻ ഇരിക്കുകയാണ്, മോഹൻ അത് കേൾക്കുന്നു. മോഹൻ കുറച്ചു നേരം കഴിഞ്ഞ് പറയുന്നു അത് വേണ്ട. ആപ്റ്റാണെന്നുള്ള ധാരണയിലിരുന്ന ജോൺ ബോളിന് നിരാശയായി. പിന്നെന്താണ്, പകരം അപ്പോൾ വീണ്ടും മോഹൻ ചോദിക്കുന്നു, എന്താ നിങ്ങൾ എഴുതിയത്, നീ അങ്ങോട്ട് പോകൂ. കുഴപ്പമില്ല, അത് തന്നെ ആയിക്കോട്ടെ. ഇങ്ങനെയാണ് പുള്ളിയുടെ ഒരു രീതി. ചില കാര്യങ്ങൾക്ക് പുള്ളി വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിലും ഈ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പുള്ളിക്ക് പറ്റാത്തത് കൊണ്ട് ആ പറയേണ്ട സംഭവം പുള്ളി അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. അത് മോഹനെ വളരെ അടുത്തറിയാവുന്നവർക്കറിയാം. പക്ഷേ മോഹൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് പിന്നീട് ഈ എഴുത്തുകാരന് മനസ്സിലാവും. അതുകൊണ്ട് അയാൾ ആ ഉദ്ദേശിക്കുന്ന സംഭവം എഴുതി കൊടുക്കുമ്പോൾ മോഹൻ സാറ്റിസ്ഫൈഡ് ആകും. മോഹനത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള അറിവില്ലാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നത്. നേരെ മറിച്ച് ഒരു കഥ നുണക്കഥയിൽ ശ്രീനിവാസൻ ഭംഗിയായിട്ട് എഴുതുമെങ്കിലും ശ്രീനിവാസൻ്റെ സ്ക്രിപ്റ്റിലെ ഓരോ പേജും മോഹൻ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഷൂട്ട് ചെയ്യൂ. വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും അങ്ങനെ ഒരു അടിമവേല പോലെയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീനിവാസൻ ഇങ്ങനെ പിന്നാലെ നടന്ന് പുള്ളി അഭിനയിക്കുന്നുണ്ട്. ആക്ച്വലി ആ പടം നിർമ്മിച്ചത് ഇന്നസെൻറ്റും ഡേവിഡ് കാച്ചപ്പള്ളിയൊക്കെ ചേർന്നിട്ടാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് വല്ലാതെ ഉണ്ടായിരുന്നു അന്നത്തെ പ്രൊഡക്ഷനിൽ. പക്ഷേ ആ രോഹിണി ഹോട്ടലിലാണ് മിക്കവാറൊക്കെ ഷൂട്ട് ചെയ്തത്. ഞാൻ ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നു. കാരണം പാട്ടെഴുതാൻ ഞാനും അവിടെ പോയി. ഞാനവിടെ ഡേവിഡ് കാച്ചപ്പള്ളിയുടെ കൂടെ താമസിക്കേണ്ടി വന്നു സാലിഗ്രാമിൽ. അപ്പോൾ രാവിലെ ഇതിൻ്റെ ഷൂട്ടിങ്ങിന് രോഹിണി സ്റ്റുഡിയോയിൽ പോയാൽ 2 മുറികളേ ഉള്ളൂ അവിടെ. ആക്ടേഴ്സിന് കിടക്കാനൊരു മുറി, അതിനകത്ത് മമ്മൂട്ടിയുണ്ട്, നെടുമുടി വേണുണ്ട്, ഞാനുണ്ട്. അപ്പം ഞങ്ങളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ മമ്മൂട്ടിയും നെടുമുടി വേണും, അതിന് നെടുമുടി വേണുവിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുള്ളത്. മമ്മൂട്ടി ഹീറോ ആണെങ്കിൽ പോലും അന്ന് മമ്മൂട്ടിക്ക് ഒരു ഹീറോയുടെ പരിവേഷം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നെടുമുടിയാണ് ഹീസ് റണ്ണിങ് ദ ഷോ, അതാണ് കറക്റ്റ്. അങ്ങനെ വരുമ്പോൾ ഇതിനുള്ള സിറ്റുവേഷനും പാട്ടും എഴുത്തും അഭിനയവും എല്ലാം ഒരുമിച്ച് നടക്കുകയാണ്. ഒരു നിഴല് പോലെ മോഹൻ്റെ പിന്നാലെ ഷർട്ട് പോലും ഇടാതെ മുണ്ട് മാത്രം എടുത്ത് ശ്രീനിവാസൻ ഇങ്ങനെ നടക്കുന്നത്. അന്നേ എനിക്ക് തോന്നി ശ്രീനിവാസൻ എന്ത് കണ്ടമാനം ബുദ്ധിമുട്ടുന്നില്ലെന്ന് ഈ പടത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ആ ബുദ്ധിമുട്ടൊക്കെ സത്യമായിട്ട് വന്നു, ശരിയായിട്ട് വന്നു. കാരണം അന്നത്തെ കാലത്ത് ഒരു ബെസ്റ്റ് സെല്ലർ ആയില്ലെങ്കിലും പിൽക്കാലത്ത് ജനം ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല കോമഡി ചിത്രമായിട്ടൊന്നും മാറി.